CPI ഇല്ലാതാകുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് CPIയുടെ ഭാവി എങ്ങോട്ടായിരിക്കും? CPI സംബന്ധിച്ചിടത്തോളം CPI എങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ CPIയിലെ വളർന്നു വരാൻ സാധ്യതയുള്ള നേതാക്കന്മാർ ആരൊക്കെയാണ്, അല്ലെങ്കിൽ CPIയുമായി ബന്ധപ്പെട്ട് ഇനിയും എന്താണ് LDFൽ അതിൻ്റെ ഒരു ഭാവി എന്നടക്കമുള്ള വിഷയങ്ങളായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ CPI എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 24 സീറ്റുകളിൽ മത്സരിച്ചു. ആ 24 സീറ്റുകളിൽ മത്സരിച്ച CPIയെ സംബന്ധിച്ചിടത്തോളം വെറും 8 സീറ്റിൽ മാത്രമേ വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളത് CPI എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ദാരുണമായ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, CPIക്ക് ഇങ്ങനെ ഒരു ദയനീയ തോൽവി എവിടെയാണ് പറ്റിപ്പോയത്, ഇതൊരു ചോദ്യമാണ്. കാര്യം ഏറെക്കാലമായി നിലനിന്ന് പോരുന്ന ഒരു അവസ്ഥയെന്ന് വെച്ചാൽ CPIയിലെ ഒരു നേതാവിന് അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ജയിക്കണം എന്നുള്ള തോന്നലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജയിക്കണമെങ്കിൽ CPM എന്ന് പറയുന്ന ആ LDFലെ പ്രമുഖ പാർട്ടിയുടെ പിന്തുണ ഉണ്ടായേ പറ്റൂ. അതായത് CPMൻ്റെ വോട്ടുകൾ നേടിക്കൊണ്ടാണ് CPI എല്ലാ കാലത്തും ജയിച്ചിട്ടുള്ളത്. അതോടൊപ്പം CPI എന്ന് പറയുന്ന ഒരു CPI സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് രംഗത്ത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഇറങ്ങണമെങ്കിൽ CPMൽ ആൾക്കാരുണ്ടാവണം. അതായത് CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നിലനിൽക്കുന്നത് തന്നെ CPMൻ്റെ ബലത്തിലാണ്. വിത്തൗട്ട് CPM നോ CPI. ഇതാണ് അവസ്ഥ. അതായത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് തറ പറ്റിപ്പോയത് വെച്ചാൽ പ്രവർത്തകരുടെ എണ്ണം കുറഞ്ഞു. ഇപ്പം തന്നെ നമ്മൾ നോക്കുള്ളൂ, ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊല്ലം ജില്ലയിൽ CPIയിലെ എത്ര പേര് പാർട്ടി വിട്ടു? അങ്ങനെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തിരുവനന്തപുരം ജില്ലയിൽ എത്ര പേര് CPI പാർട്ടി വിട്ടു? അങ്ങനെ പല ഭാഗങ്ങളിലും പല നാടുകളിലും CPI എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്നും വലിയ തോതിലുള്ള ഒരു കൊഴിഞ്ഞുപോക്ക് സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIയിൽ നിന്നും നിരവധി ആളുകൾ ഈ പറയുന്ന എനിക്ക് തോന്നുന്നു 16ഓളം വരുന്ന ആളുകൾ പരാജയപ്പെട്ടു. ഒരു പകുതി ആൾക്കാരെ വിജയിപ്പിക്കാൻ CPIക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് CPIയുടെ സംഘടനാ ദൗർബല്യത്തിൻ്റെ ഉദാത്ത മാതൃകയാണ്. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് CPI അമ്പൈ പരാജയപ്പെട്ടു. എവിടെയാണ്, എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു പ്രതിസന്ധി CPIയെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നത്? അതിന് കാരണങ്ങൾ നമുക്ക് പലതും ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം CPI എടുത്തിട്ടുള്ള ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായി LDF എന്ന് പറയുന്ന മുന്നണിയെ സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിൽ CPI എടുത്തിട്ടുള്ളൊരു നിലപാടുണ്ടായിരുന്നു. PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് MOU ഒപ്പിട്ടു. MOU ഒപ്പിട്ടതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ വിവാദങ്ങളൊന്നും ആലോചിച്ച് നോക്കി. ഏറ്റവും ആദ്യം ഇതിനെ ഒരു വിവാദമാക്കി മാറ്റിയതാരായിരുന്നു? അല്ലേ? CPI ആയിരുന്നു വിവാദമാക്കി മാറ്റിയത്. എന്തിനു വേണ്ടിയായിരുന്നു അങ്ങനെ വിവാദം ഉണ്ടാക്കിയത്? അവിടെ ഒപ്പിട്ടത് വെറും MOU മാത്രമാണെന്നും ആ MOU പ്രകാരം NEP പോലെയുള്ള ദേശീയ വിദ്യാഭ്യാസ നയം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കില്ല എന്നും CPIക്ക് അറിയാഞ്ഞിട്ടല്ല. പിന്നെ എന്തിനായിരുന്നു CPI അങ്ങനെ ഒരു കളി കളിച്ചത്? സ്വാഭാവികമായും മുന്നണിക്കുള്ളിൽ CPI എന്ന് പറയുന്ന ഒരു പാർട്ടി ഈ രീതിയിൽ കളിക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ താഴേക്കിടയിലുള്ള ആൾക്കാർക്ക് ചെറിയ തോതിലൊരു കടുത്ത ഒരു നിരാശയുണ്ടാകും, കടുത്ത ഒരു ചോദ്യം ഉണ്ടാകും. എന്തിന് CPI ഇങ്ങനെ ചെയ്തു? LDF എന്ന് പറയുന്ന മുന്നണിക്കൊപ്പം നിന്നിട്ട് ആ മുന്നണിയിലെ മന്ത്രി എടുത്ത ഒരു തീരുമാനത്തിനെ എതിരായി എന്തിനു ചെയ്തു? നമ്മൾ ആലോചിച്ച് നോക്കിക്കോളൂ. ഇപ്പം UDF എന്ന് പറയുന്ന മുന്നണിയുടെ അച്ചടക്കം ഒന്ന് ആലോചിച്ച് നോക്കും. ശരിക്കും നമ്മളത് കമ്പയർ ചെയ്ത് നോക്കണം. കമ്പയർ ചെയ്യുമ്പോഴാണ് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മുടെ സർക്കാർ തീരുമാനിച്ചു. സർക്കാർ തീരുമാനിച്ച സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് എന്നാൽ ഇതൊരു സംഘ സാധനമാണെന്നോ, സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണെന്നോ, അതല്ലെങ്കിൽ ഇത് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്നോ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിലെ ഏതെങ്കിലും ഒരു നേതാവ് പുറത്തേക്ക് വന്നിട്ടുണ്ടോ? ഈ പറയുന്ന ഷംസുദ്ദീനാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഷംസുദ്ദീൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഏതെങ്കിലും ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തീരുമാനം വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിക്ക് ഷംസുദ്ദീൻ്റെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഏതെങ്കിലും ഒരു കുടുംബത്ത് പോയിരുന്നിട്ട് കാവൽ ഇരിക്കേണ്ടി വന്നിട്ടുണ്ടോ? പക്ഷെ LDFൽ സംഭവിച്ചു. അതായത് ഇവരെ കാണാൻ, ബിനോയ് വിശ്വത്തെ അടക്കം കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ GR അനിൽ അടക്കമുള്ള CPI മന്ത്രിമാരെ കാണാൻ വേണ്ടിയിട്ട് ശിവൻകുട്ടി എന്ന് പറയുന്ന CPMൻ്റെ മന്ത്രി അവിടെ പോയിരുന്നു. എന്നിട്ട് ഇത് കഴിഞ്ഞ് GR അനിൽ പറഞ്ഞ എന്താ, അവർ മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വന്നു കഴിഞ്ഞാൽ സംസാരിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ എത്ര അവഹേളനപരമായിട്ടായിരുന്നു GR അനിൽ എന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചത്.
അങ്ങനെ ആയിരുന്നു ശരിക്കും ചെയ്യേണ്ടിയിരുന്നത്. അല്ല, ഇത് മാധ്യമങ്ങൾ അറിയുന്നതിന് മുൻപ് CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ടിയിരുന്നത്, അതിലെ CPM മന്ത്രിയാണ് അത് ഒപ്പിട്ടതെങ്കിൽ ആ മന്ത്രിയുമായി ചർച്ച വെക്കേണ്ടതായിരുന്നു. ചർച്ച വെച്ച് ആ ഒരു പ്രശ്നത്തെ രമ്യതയിൽ പരിഹരിച്ച് കൊണ്ടുപോകാനായിരുന്നു CPI ശ്രമിക്കേണ്ടിയിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും UDF പറഞ്ഞ്, UDFന് അപ്പോൾ നമുക്കറിയാം VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ശരിക്കും ഒരു ഗോൾഡൻ ചാൻസ് ആണ്. CPI എന്ന് പറയുന്ന ഒരു മുന്നണിയെ, അതും 25 സീറ്റിൽ മത്സരിക്കുന്ന ഒരു മുന്നണിയെ പിടിച്ചിപ്പുറത്തേക്ക് കൊണ്ടുവരാൻ. അപ്പോൾ ഇവിടെ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. വിസ്മയം സംഭവിക്കും എന്ന് VD സതീശൻ പറഞ്ഞതിൻ്റെ പിന്നിൽ അതായിരുന്നു. അപ്പം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്, ശരിക്കും CPI പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നിലനിൽക്കണമെങ്കിൽ CPM വേണമെന്നിരിക്കെ ഇങ്ങനെ ഒരു വിഷയം അവിടെ ഉയർത്തേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. അത് തന്നെയുമല്ല, ശരി, അങ്ങനെ ഒരു സംഭവം റേസ് ആയി എന്ന് തന്നെ വെച്ചോളൂ. അപ്പോൾ UDFനെ പിന്തുണയ്ക്കുന്ന സമീപനമായി പോയി ഇവിടെ CPI പുലർത്തിയത്. അത് തെറ്റായിരുന്നു. ആ തെറ്റിന് വില കൊടുക്കേണ്ടി വന്നത് 16 പേരുടെ സീറ്റാണ് നഷ്ടം. 16 സ്ഥാനാർത്ഥികളാണ് പരാജയപ്പെട്ടു പോയത്. അതും ചിഞ്ചുറാണി അടക്കമുള്ള പ്രഗത്ഭരായ അല്ലെങ്കിൽ ഏറ്റവും മുതിർന്ന നേതാക്കൾ എന്ന് വിളിക്കുന്ന ആളുകളെ പരാജയപ്പെട്ടു പോയത്. ആര് മറുപടി പറയണം? CPIക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം. ഒരു മുന്നണി ബന്ധത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇവിടെ സംഭവിച്ചു? LDF എന്ന് പറയുന്ന മുന്നണിയിൽ 35 പേരാണ് മാത്രമുള്ളത്. ആ 35 പേരിൽ ശരിക്കും 8 പേരെ മാത്രം സംഭാവന ചെയ്യാനേ CPIക്ക് കഴിഞ്ഞിട്ടുള്ളൂ. വെറും 8 പേര്. മറ്റൊന്ന് നോക്കിക്കോളൂ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? CPMനെ സംബന്ധിച്ചിടത്തോളം ബാക്കി വരുന്ന 27 പേര് പിന്നെ CPIയും പിന്നെ ബാക്കി ഇതും അടക്കം RSP അടക്കമുള്ള ആൾക്ക് RSP കിട്ടിയിട്ടില്ല. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, CPI ഈ എടുത്ത നിലപാടുകൾ വലിയ ദോഷം CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ചെയ്തു എന്ന് തന്നെയാണ് ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ ഈ വരുംകാല തെരഞ്ഞെടുപ്പുകൾ, ഇപ്പോൾ ഒന്നാമത്തെ പ്രശ്നം എന്താ? കാനൻ രാജേന്ദ്രൻ്റെ മരണശേഷം കാനൻ രാജേന്ദ്രൻ എനിക്ക് തോന്നുന്നു പിണറായിയോളം പോകുന്ന ഒരു നല്ല നേതാവ് തന്നെയാണ് CPIയെ സംബന്ധിച്ചിടത്തോളം. ശക്തനാണ് കാനൻ രാജേന്ദ്രൻ. ഈ കാനൻ രാജേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മരണശേഷം ബിനോയ് വിശ്വം ഇതിലേക്ക് വരുമ്പോൾ ഇതിനെ ഒരു പാർട്ടിയെ പിന്നിലേക്ക് വലിക്കുന്ന ഒരു സമീപനം നമുക്ക് കാണാം. അതായത് ഇപ്പം കാലം മാറുന്നതനുസരിച്ച് CPI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, പഴയ ഈ പിന്നെ സിദ്ധാന്തങ്ങളിൽ ഇപ്പോഴും വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അവിടുന്ന് മാറേണ്ടിയിരിക്കുന്നു. P പ്രസാദ് അടക്കമുള്ള, K രാജൻ അടക്കമുള്ള ആളുകൾ ചിന്തിക്കുന്ന തലത്തിലേക്ക് വരുന്നില്ല. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യത, ഒരു കാലത്തിനനുസരിച്ച് മുന്നണി ബന്ധങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം, അല്ലെങ്കിൽ മുന്നണിയുമായി എങ്ങനെ സഹകരിച്ചു പോകണം തുടങ്ങിയ കാര്യങ്ങൾ എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല? അപ്പം ഇതിനകത്ത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നില്ല. ഇപ്പോഴും പിന്നെ പണ്ട് കാലത്തെ പരിസ്ഥിതിവാദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടന്നൊരു കാര്യമൊന്നുമില്ല. പരിസ്ഥിതിവാദം ഉയർത്തിപ്പിടിക്കേണ്ടത് ഉയർത്തിപ്പിടിക്കണം. അത് കഴിഞ്ഞിട്ട് വികസനത്തിൻ്റെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ വികസനത്തെ ഉയർത്തിപ്പിടിക്കണം. ഇവിടെ ജനങ്ങൾക്ക് എന്താ വേണ്ടത്? ജനങ്ങൾക്ക് ഇവിടെ പിന്നെ നമ്മുടെ ഈ സാധാരണ നാടുകളിൽ അല്ലെങ്കിൽ നമ്മൾ ജനവാസ മേഖലകളിൽ കാട് വെച്ച് പിടിപ്പിച്ചിട്ട് ജനങ്ങൾക്കൊരു ഒന്നും കിട്ടാനില്ല. ഒന്നും കിട്ടാനില്ല. അവിടെ പിന്നെ അവർക്ക് വേണ്ടത് വികസനം. റോഡുകൾ വരണം, വലിയ കെട്ടിടങ്ങൾ വരണം, പിന്നെ വ്യവസായശാലകൾ വരണം, കച്ചവട സ്ഥാപനങ്ങൾ വരണം. ഇതൊക്കെ നമ്മൾക്ക് നമ്മുടെ നീഡ്സിനെ അത് ഫുൾഫിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പം കാർ എടുത്ത ഒരാൾ, ഒരു വാഹനമുണ്ട്, അയാൾക്ക് അവിടെ പെട്രോൾ പമ്പ്, അയാൾക്കൊരു 4 കിലോമീറ്ററിനോ 2 കിലോമീറ്ററിനകത്ത് ഒരു പെട്രോൾ പമ്പ് വന്നു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു കാർ എടുത്ത ആൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സാധനമാണ്. അപ്പോൾ അയാൾക്ക് അയാളുടെ നീഡ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അല്ലാതെ അവിടെ പിന്നെ അവിടെ മണ്ണ് കുഴിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ അവിടെ നിന്ന കാട് വെട്ടി തെളിച്ചു എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? മൊബൈൽ ഫോൺ വാങ്ങി നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവിടെ ടവർ വരണം. ടവറില്ലാതെ നമ്മൾ മൊബൈൽ ഫോൺ മാത്രം 10-30,000 രൂപ എടുത്ത് നമ്മൾ മൊബൈൽ ഫോൺ മേടിച്ച് കൈ കൊണ്ട് നടന്നൊരു കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പം ഓരോ ഘട്ടത്തിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായി ചെയ്ത് നമ്മുടെ നാടിനനുസരിച്ച് ചെയ്യണം. അപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ട് തരംഗം വെക്കാൻ എന്നിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പം PM ശ്രീ പദ്ധതി എന്തിനായിരുന്നു PM ശ്രീ പദ്ധതിയിലെ MOയിൽ ഒപ്പിട്ടത്? SSA ഫണ്ടിൽ നിന്നും ഇവിടുത്തെ സർക്കാരിന് ലഭിക്കേണ്ട പൈസ ലഭിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് അത് മനസ്സിലാക്കാതെ പോയത്? ഇവിടെ NEP നടപ്പിലാക്കാമെന്ന് ഒരു കരാർ ഒപ്പിട്ടിട്ടില്ല. PM ശ്രീയുടെ മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ് ഒപ്പിട്ടത്. അപ്പോൾ അതായിരുന്നില്ലേ ശരിക്കും സംഭവിക്കേണ്ടിയിരുന്നത്? അതിന് പകരം ഇവിടെ ഇങ്ങനെ ചെയ്തിട്ട് കാര്യമുണ്ടോ? അപ്പം ഇത് തീർച്ചയായിട്ടും ഒരു മുന്നണി ബന്ധത്തിനകത്ത് നിന്നുകൊണ്ട് സംസാരിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി മുന്നണിക്കകത്ത് ചർച്ച ചെയ്യാനും മന്ത്രിമാർ കാണാൻ വരുന്ന സമയത്ത് അവരോട് നിഷേധാത്മക സമീപനം സ്വീകരിക്കുമായിരുന്നില്ല ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ പ്രവർത്തകർക്കിടയിൽ ഇത് വല്ലാത്ത ദോഷം ഉണ്ടാക്കി. ഇപ്പം നമ്മൾ ഓരോ സ്ഥലം എടുത്ത് നോക്കിക്കോളൂ, എത്ര CPI പിന്നെ മെമ്പർമാരെ നമുക്ക് കാണാൻ കഴിയും? CPIക്കാരുടെ എണ്ണം കുറവാ, വളരെ കുറവാ. അവരെ ജയിപ്പിക്കുന്നത്, CPIയിലെ പല നേതാക്കന്മാരെയും ജയിപ്പിക്കുന്നത് CPM ആണ്. അപ്പോൾ CPMനെ വെറുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ CPIക്ക് കഴിയും. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ 8 സീറ്റ് എന്നുള്ളത് ചിലപ്പം അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഇതേ റിബൽ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ 8 എന്നുള്ളതൊക്കെ കുറയും. അത് 4-ലേക്കൊക്കെ എത്തും. 4-ലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ CPI എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിക്ക് UDF പോലും വില ഉണ്ടാവില്ല.
UDF ഒക്കെ എടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോഴത്തേക്ക് മുസ്ലിം ലീഗിന് ഒരു 4 സീറ്റ് കൂടുതൽ കൊടുത്താൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അവർക്കൊരു 3 മന്ത്രിമാരെയും കൂടെ അല്ലെ 2 മന്ത്രിയും കൂടെ നിങ്ങൾക്ക് അധികം തരാം എന്ന് പറഞ്ഞാൽ അവർക്ക് അധികം സീറ്റും കിട്ടിയ സംഭവം തീർന്നില്ലേ? സംഭവം ചാലുവായി. പിന്നെ അവർ UDF ഇപ്പം നിൽക്കുന്നില്ല, 102 സീറ്റിലാണ് നിൽക്കുന്നത്. ഈ 102 നിന്ന് കുറച്ചിട്ട് ഈ LDF 102 ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അവരെ 35 അല്ലെങ്കിൽ പിന്നെ 102 നിന്ന് ഏകദേശം 38 അവരെ ഒതുക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഈ നിലയ്ക്ക് കാര്യങ്ങൾ ഓടിച്ചുകൊണ്ട് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ പിന്നെ ഈ അവസ്ഥ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു 5 വർഷത്തിനകത്ത് CPI-ക്കാർ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ CPI-യിൽ നല്ല കൊഴിഞ്ഞു പോക്ക് നടന്നു. അത് പലതും BJP-ക്ക് അനുഗുണമായി മാറി. ഇപ്പം ഹരിപ്പാട് മണ്ഡലത്തിൽ എനിക്ക് തോന്നുന്നു നേരത്തെ മത്സരിച്ച തമ്പി മേട്ടുത്തറ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അപ്പോൾ കായംകുളത്താണ് തവണ അദ്ദേഹം മത്സരിച്ച് BJP ഇതിൻ്റെ BDJS സ്ഥാനാർത്ഥിയുടെ മത്സരം. അത് ആ തമ്പി മേട്ടുത്തറ ആരായിരുന്നു? CPI-യുടെ നേതാവായിരുന്നു. ഹരിപ്പാട് മണ്ഡലത്തിൽ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ മത്സരിച്ച തമ്പി മേട്ടുത്തറ CPI ആയിരുന്നു. ആ CPI-ക്കാരൻ ഇന്ന് നിൽക്കുന്ന എവിടെ? BDJS-ന്റെ കോട്ടയല്ല എന്ന് പറയുന്നതല്ല, പലയിടത്തും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പലപ്പോഴും ഇനി ഇത് മാറുകയും CPI-ക്കാർ പലരും BJP-യിലേക്ക് ചേക്കാറാനുള്ള സാധ്യതകൾ പലയിടങ്ങളിലും നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്.